ലൈനർ നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ്. അപ്പോൾ ഫസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഐലൈനർ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഡോട്ടായിട്ട് ആദ്യം അപ്ലൈ ചെയ്യുക ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേലെ കണ്ട ഒരു മടക്ക്, ആ മടക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. താഴേക്ക് ഡോട്ട് ഇടുക. നിങ്ങൾക്ക് എത്ര ലെങ്ത്തുള്ള വിങ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡോട്ട് ഇടാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ഡോട്ട് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിങ്ങിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒക്കെ ചെയ്യുക. എന്നിട്ട് ആ ഒരു വിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു സാധാ എന്താ പറയുക നമ്മൾ സാധാ വരയ്ക്കുന്ന പോലെ മേലെയുള്ളതും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എന്താ പറയുക, ഇപ്പോൾ ബിഗിനറാണ് സാധാ നോർമലി എഴുതുന്ന പോലെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ്. സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് ടൂത്ത് പിക്ക് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ എനിക്ക് ഈ കാണിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടൊരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു ഹാക്കായിട്ട് തോന്നി. അപ്പം ഇത് ജസ്റ്റ് ആ ഒരു ഐലൈനർ ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു വിങ്ങിൻ്റെ എന്താ പറയുക നമ്മുടെ കണ്ണിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ഐലൈനർ ബ്രഷ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു രീതി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളത് എന്നാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡത്തെ ഹാക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും കാർഡ് വെച്ചിട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ജസ്റ്റ് അത് ആ ഒരു ഷേപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. ഇത് പകരമായിട്ട് നിങ്ങൾ സെലോ ടാപ്പിനെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇതാണ് അടുത്ത ഹാക്ക്. അടുത്തത് വന്നിട്ട് ഇതുപോലെ ബോബി പിൻ വെച്ചിട്ടുള്ളതാണ്. ഇതും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിന് വിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഉള്ളിലേക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹാഫ് ആയിട്ടേ വരച്ചു കൊടുക്കുന്നുള്ളൂ. ആ രീതിയിലൊക്കെ വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാക്കാണ്. അപ്പോൾ അത്രയുള്ള അടുത്തൊരു വീഡിയോ കാണാം. ചേട്ടാ.